ഹലോ കൂട്ടുകാരെ, നമ്മുടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ആൾ ആരാണ്? എന്തായാലും അടുത്ത വർഷം മെയ് ഒക്കെ ആവാൻ നേരത്ത് കേരളത്തിൽ ഇലക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഒരു മോക്ക് ഡ്രിൽ നോക്കിയാലോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് പുതിയ അതിനെ നമ്മൾ ഭരണപക്ഷത്ത് നിന്ന് രണ്ടുപേര്, പ്രതിപക്ഷത്ത് നിന്ന് രണ്ടുപേരും തിരഞ്ഞെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഭരണപക്ഷത്ത് നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ്. രണ്ടാമത് തിരഞ്ഞെടുക്കുന്ന ആളാണ് എം സ്വരാജ്. അതിനുശേഷം നേരെ പ്രതിപക്ഷത്തോട്ട് പോയാലോ? അവിടെ ഞാൻ ആദ്യം തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ കറന്റ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ, പിന്നെ നമ്മുടെ സ്വന്തം കുഞ്ഞാലിക്കുട്ടി. നമുക്ക് ഇവരെ വെച്ചൊന്ന് കമ്പയർ നോക്കാം. ആദ്യം മുഹമ്മദ് റിയാസ്. അദ്ദേഹം കറന്റ് കേരളത്തിലെ മന്ത്രിയാണ്. അതായത് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവുമാണ് കൈകാര്യം ചെയ്യുന്നത്. രണ്ടും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള റോഡ് വികസനവും എല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇപ്പോൾ റോഡുകളെങ്ങും പഴയ കണക്ക് കുണ്ടും കുഴിയും ഒന്നുമില്ല നിലവിൽ. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ എം സ്വരാജിലോട്ട് പോകാം. എം സ്വരാജ് ഒരു ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം പൊതുവെ രാഷ്ട്രീയ പരിപാടിയിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുകയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. പക്ഷേ അദ്ദേഹം കമ്മിങ് ബാക്ക് എടുത്തിരിക്കുന്നു. അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. കേരളം എന്റേതും കൂടിയാണ്. എന്റെ നാടാണ് കേരളം. ഒരു നിയമസഭയിൽ ലോകസഭ ഇലക്ഷനിൽ ഇടതുപക്ഷം ധൈര്യമായി പരാജയപ്പെട്ടപ്പോൾ കണ്ണിൽ ഒരു തരിമതി എന്ന് പറഞ്ഞ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇപ്പോഴും ആൾക്കാർ കൂടുതൽ ഉണ്ടാവും. കാരണം നല്ലൊരു പ്രാസംഗികനാണ്. കൂടാതെ നല്ലൊരു ഇടതുപക്ഷ തത്വചിന്തകൻ എന്ന് തന്നെ പറയണം. എന്തായാലും അദ്ദേഹത്തിനെ കൂടെ നമുക്കൊരു സൈഡിൽ വെച്ചേക്കാം, കമ്പയർ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നേരെ പോകുന്ന യു ഡി എഫിലോട്ട്. നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തത് യു ഡി എഫിൽ നിന്നും വി ഡി സതീശനെയാണ്. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. വി ഡി സതീശൻ ജനസമ്മതിയുള്ള നേതാവ് തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വന്ന നേതാവൊക്കെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിലെ വികസന മുരടിപ്പ് എന്ന് പറയുന്നത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വി ഡി സതീശനാണ് എന്നാണ് പുറത്തുള്ള ഒരു സംസാരം. കാരണം നാട്ടിൽ ഒരു വികസനം നടത്താൻ ഞാൻ അനുവദിക്കില്ല. പൊതുവെ പറയുന്നത് അതായത് കേരളയിൽ ഞങ്ങൾ കൊന്നാൽ നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന നേതാവ്, കേരളത്തിൽ ഒരു വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന നേതാവ്, ഒന്നും നടത്തത്തില്ല. ഞങ്ങൾ ഭരിക്കുന്ന കാലത്തോളം, അതായത് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് ഭരിക്കുന്ന കാലത്തോളം കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്തത്തില്ല, നടത്താൻ അനുവദിക്കില്ല ഞങ്ങൾ എന്ന് പറയുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ എന്നാണ് പുറത്തുള്ള അഭിപ്രായം. ഞാൻ പറയുന്നതല്ല, പുറത്ത്, അതായത് പുറത്ത് സാധാരണക്കാർക്കിടയിൽ നിന്നുള്ള അഭിപ്രായം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സത്യത്തിൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്? നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. ഏകദേശം ഇടയ്ക്കൊക്കെ 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ ഷൂ ഒക്കെ ഇട്ടു എന്ന് പറഞ്ഞ് വിവാദത്തിലൊക്കെ പെട്ടിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം നല്ലൊരു നേതാവ് തന്നെയാണ് വി ഡി സതീശൻ. അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ ഇഷ്ടംപോലെ വികസന പ്രവർത്തനങ്ങൾ നടക്കും. നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വീണ്ടും വീണ്ടും വരും എന്നൊക്കെയാണ് നമ്മുടെ എല്ലാം വിശ്വാസം. ഇനി നമുക്ക് അടുത്ത ആളിലോട്ടോ, നമ്മുടെ മെയിൻ ആൾ ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി. എന്താണ് കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുത്ത് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? കാരണം കോൺഗ്രസ് കഴിഞ്ഞാൽ യു ഡി എഫിനകത്തുള്ള ഏറ്റവും വലിയ സഖ്യകക്ഷി മുസ്ലിം ലീഗ്, ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള പാർട്ടി, ഏറ്റവും കൂടുതൽ കോൺഗ്രസ് കഴിഞ്ഞ MLA മാരെ കൊടുക്കുന്ന പാർട്ടി. കഴിഞ്ഞ തവണത്തെ ഇലക്ഷന് ജസ്റ്റ് മിസ്സാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ. മുസ്ലിം ലീഗ് ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ അവിടെ കഴിഞ്ഞ വർഷത്തെ പ്രതിപക്ഷ നേതാവാകേണ്ടിരുന്ന ആൾ തന്നെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. പക്ഷേ എന്തുകൊണ്ടോ വി ഡി സതീശനെ തെരഞ്ഞെടുത്തു, 2-3 സീറ്റുകളുടെ പിൻബലത്തിന്റെ പുറത്ത്. എന്തായാലും കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്? ചുരുക്കി പറഞ്ഞാൽ കേരളം മാറും, കേരളം ഹൈടെക് ആവും എന്നൊക്കെയായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും എല്ലാവരും ഇപ്പോൾ ഭരിക്കുന്ന നടക്കാൻ ഭരിച്ചാൽ മതിയായിരുന്നു. ഒരുവിധം തട്ടലും മുട്ടലും ഇല്ലാതെ അങ്ങ് കടന്നു പോകും. എന്തായാലും ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് എടുത്തത്?